ആൾക്കാരെ സംബന്ധിച്ച് ഈ ആശ്രമത്തെക്കുറിച്ചുള്ള ഒരു ഇമേജ് എന്തായി മാറും? ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശിഷ്യപൂജിതയെ പരിഹസിക്കുമ്പോൾ, ഈ ശിഷ്യപൂജിത എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം പോട്ടെ, അതിപ്പോൾ പേഴ്സണൽ ബഹുമാനം ഇല്ലെങ്കിൽ അത് മാറ്റിവെക്കാം. പക്ഷെ ശിഷ്യപൂജിത ആരാണ്? ഈ ആശ്രമത്തിൻ്റെ ഗുരുസ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഈ ഗുരുസ്ഥാനത്തെയും പുള്ളി മാനിക്കുന്നില്ലെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ശിഷ്യയായിരുന്നു, ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യയായിട്ട് ഗുരുവിനോടൊപ്പം അവസാനം വരെ നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊന്നും മാനിക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അപമാനിച്ച് വിടുമ്പോൾ ഇത് ഗുരുവിനെ തന്നെ അപമാനിക്കുന്ന കാര്യമല്ലേ? ഇത് ഗുരുവിനെ അപമാനിക്കുന്നതാണ്. കാരണം ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞാൽ അത് ഗുരുവിന്റെയാണ്. അപ്പൊ നാട്ടുകാർക്ക് പറയാം, ഗുരുവിന് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് കുറെ പേരെങ്കിലും കളിയാക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ചെയ്യുന്നവന് അനുഭവിക്കാം. അപ്പൊ എത്ര പേരുടെ മുമ്പിലാണ് ഇങ്ങനെ ആശ്രമത്തിന്റെ പേരും ഇതെല്ലാം. ഇപ്പൊ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുവിനെ എന്തെങ്കിലും പറയുമ്പോൾ ഗുരുവിന് വിഷമം ഉണ്ടാവില്ല. ഗുരു അതിനെക്കുറിച്ചൊന്നും അല്ല കാര്യമാക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ, ഈ പരമ്പരയെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും മോശമായിട്ട് ചിത്രീകരിക്കാനോ പറയാനോ ഒക്കെ ശ്രമിച്ചാൽ അത് ഗുരു ക്ഷമിച്ചിരുന്നില്ല. കാരണം ദൈവ നീതിയായിട്ട് കാണിച്ചു തന്ന ഒരു വഴി, ആ ദൈവത്തിൻ്റെ ഒരു മാർഗം എന്നുള്ളൊരു അർത്ഥത്തിൽ ഗുരു അതിനെ വളരെ മാന്യതയോടെയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ പരമ്പരയെ, ഈ നാമത്തിനെയൊക്കെ എന്തെങ്കിലും മോശമായിട്ട് അത് ഗുരു ഒരിക്കലും ക്ഷമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഇപ്പോൾ നമ്മുടെ ആശ്രമത്തെ സ്വഭാവത്തിൽ ഗുരു എപ്പോഴും നമ്മൾ ഒന്നും വിമർശിക്കാതെ ആ ദൈവനീതി അനുസരിച്ച്, ദൈവവാക്കനുസരിച്ച് ഒറ്റ സ്വരത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈവൻ പ്രതിപക്ഷ സ്വഭാവത്തിൽ പോലും ഒന്നും സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പോലും ചിലപ്പോൾ പലപ്പോഴും വിമർശിക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമാണ്. കാര്യം ഇതിങ്ങനെ ചെയ്യാമോ? എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം അത് ഗുരുവിന് വിഷമമാകുമോ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു 3:30-4 മണി സമയത്ത് ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ഈ സ്വപ്നം എന്ന് പറയുമ്പോൾ പോലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ബോധതലത്തിൽ ഗുരുവിൻ്റെ ഒരു രൂപമോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു വാക്കുകളോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു പ്രസൻസോ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ, കാര്യം ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പരമമായ സത്യത്തിൻ്റെ ഒരു വക്താവായിട്ടാണ്. അപ്പോൾ ആ പരമമായ സത്യത്തിൻ്റെ ഒരു സ്വരൂപമായിട്ട് ഗുരുവിനെ നമുക്ക് സ്വപ്നത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിൻ്റെ വാണികളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൽ വന്നാൽ അത് വളരെ പവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് അത്രയും വാലിഡിറ്റിയാണ്. അത് നിസ്സാരമായിട്ടൊരു സ്വപ്നമായിട്ടല്ല നമ്മൾ ആശ്രമ സ്വഭാവത്തിൽ ഗുരു പണ്ടേ നമ്മൾ അങ്ങനെയല്ല അത് കണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്വപ്നം കാണുമ്പോൾ ഗുരു ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ഓടിച്ചെന്ന് നമ്മുടെ ഉള്ളിലില്ല ഏങ്ങലടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഭക്തി ഭാവനയിൽ ഓടിച്ചെന്ന് ഗുരുവിൻ്റെ പാദം നമസ്കരിച്ചിട്ട് ഞാനിങ്ങനെ ഗുരുവിനോട് വിഷമിച്ച് ചോദിക്കും, ഗുരുവെ ഞാനിങ്ങനെ വിമർശിക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ അത് വിഷമമാകുമോ, അല്ലെങ്കിൽ എന്താണ് ഗുരുവെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ വളരെ വിഷമിച്ച് കുമ്പിട്ട് നിൽക്കുമ്പോൾ ഗുരു എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു.